ആറ്റിങ്ങൽ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തൊഴിൽമേള MLA OS അംബിക ഉദ്ഘാടനം ചെയ്തു. തൊഴിലൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുമായി ഒട്ടേറെ വിദേശ പ്രവാസി ആളുകൾ ഉൾപ്പെടെ പ്രവാസി ലോകസഭ ഉൾപ്പെടെ കേരള നിയമസഭയെ വിളിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പദ്ധതികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി തൊഴിൽമേള രണ്ടാമത്തെ പ്രാവശ്യമാണെന്നുള്ള മുനിസിപ്പാലിറ്റി കുടുംബശ്രീ മഹാപ്രസ്ഥാനവും എംപ്ലോയ്മെന്റ് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ഇതിലേറെ ആശംസകൾ ആ ഭരണസമിതിയോട് ഞാൻ അർപ്പിക്കുകയാണ്. കാരണം ഇത്രയും തൊഴിലാളി പരിഹരിക്കുവാൻ ഇത്രയും കാര്യക്ഷമതയോടുകൂടി അല്ലെങ്കിൽ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റിയെ ഈ അവസരത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ിലധികം കമ്പനികൾ മേളയിൽ തൊഴിൽ ദാതാക്കളായി എത്തിയിരുന്നു. ഏകദേശം 400ഓളം ഉദ്യോഗാർത്ഥികൾ മേളയിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. IT, ആരോഗ്യ സുരക്ഷ, ടെക്നിക്കൽ, ഹോസ്പിറ്റാലിറ്റി, ഫ്രണ്ട് ഓഫീസ്, അക്കൗണ്ടന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കിംഗ്, കമ്പ്യൂട്ടിംഗ്, ഇൻഷുറൻസ്, ITI, ഡിപ്ലോമ ട്രേഡുകൾ തുടങ്ങിയ വിവിധ മേഖലകളിലേക്കുള്ള തൊഴിലവസരങ്ങളായിരുന്നു മേളയിലൂടെ നഗരസഭ സാധ്യമാക്കിയത്. എൻ്റെ പേര് മനു എന്നാണ്, മനു മോഹൻ. ഞാൻ വരുന്നത് ഒറ്റൂർ പഞ്ചായത്തിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ജോബ് ഫെസ്റ്റിവലിൽ അത്യാവശ്യം എല്ലാ കാൻഡിഡേറ്റിനും ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പല ക്വാളിഫിക്കേഷനിലുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യത ഇതിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇത് സംഘടിപ്പിച്ച ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നഗരസഭയുടെയും ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും പ്രത്യേക കൗണ്ടറുകളിലൂടെയും ഉദ്യോഗാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷൻ സ്വീകരിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത നിരവധി പേർക്കും ഈ തൊഴിൽമേള ആശ്വാസം പകർന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് നഗരസഭ സംഘടിപ്പിച്ച ഈ പരിപാടി? നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ ആറ്റിങ്ങൽ നിന്നാണ് വന്നത്. ഞാൻ മോൾക്ക് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കും ബയോഡാറ്റ കൊടുക്കാനായിട്ട് പറ്റി. 2 കമ്പനിയിൽ എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ ഉള്ളവർക്ക് ജോലി ഉണ്ട് ഇവിടെ. ഉറപ്പായിട്ടും കിട്ടുമെന്നാണ്. എനിക്ക് 2 കമ്പനിയിലും തിങ്കളാഴ്ചയും ബുധനാഴ്ച മുതൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിങ്ങിനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മകളെ കാര്യം എന്താ? മകളെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? അവള് IT ഡിപ്ലോമയാണ്. അപ്പോൾ അവൾക്കും കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഒരു കമ്പനിയിലേക്ക് ബുധനാഴ്ച മുതൽ, ബാക്കി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് 2 കമ്പനിയിൽ. ഹാപ്പിയാണ്. ഇവിടെ അടുത്തല്ലേ, നമ്മളിപ്പോൾ ഇത്ര ദൂരം ഒരുപാട് സ്ഥലത്തൊന്നും പോവേണ്ടി വന്നിട്ടില്ല. നമുക്ക് ഹാപ്പിയാണ്.
നഗരസഭ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം? വളരെ നല്ലൊരു കാര്യമാണ്. ഒരുപാട് നമ്മുടെ നാട്ടിൽ തൊഴിൽ രഹിതരായിട്ടുള്ള ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതിലൂടെ ഒരു മെച്ചപ്പെട്ട അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് മെച്ചപ്പെട്ട ഒരു തൊഴിൽ കിട്ടുന്നതിന് എന്തുകൊണ്ടും ഇത് നല്ലൊരു കാര്യമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ CV സമർപ്പിച്ചിട്ടുണ്ടോ? അതെ അതെ, ഒരുപാട് സ്ഥലങ്ങൾ. എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? ഡിഗ്രിയാണ്. അപ്പം ജോലി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മടങ്ങുന്നത്. പ്രതീക്ഷയിലാണ് കൊടുത്തിട്ടുള്ളത്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും കുടുംബശ്രീയുടെയും ഹരിതകർമ്മ സേനയുടെയും സ്റ്റാളുകളും മേളയോടനുബന്ധിച്ച് പ്രവർത്തിച്ചു. സൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ G. തുളസീധരൻപിള്ള സ്വാഗതം പറഞ്ഞു. രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ബിജു രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ S. ഷീജ, A. നജാം, രമ്യ സുധീർ, S. ഗിരിജ, കൗൺസിലർമാരായ R. രാജു, OP ഷീജ, ബിനു, M. താഹിർ, സെക്രട്ടറി KS അരുൺ, CDS ചെയർപേഴ്സൺ A. റീജ, എംപ്ലോയ്മെന്റ് ഓഫീസർ M. വിപിൻ ചന്ദ്രൻ, ഉപജില്ലാ വ്യവസായ ഓഫീസർ S. ജയമോഹൻ, പ്രോജക്ട് ഓഫീസർ സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആറ്റിങ്ങൽ.